നീ പറഞ്ഞത് ശരിയായിരുന്നു മോളെ. ഈ പെരുമഴയത്ത് കാർ ഇറക്കണ്ടായിരുന്നു. നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? മൂത്ത മകൾ പറയുന്നതൊക്കെ ശരി, ബാക്കിയുള്ളവർ പറഞ്ഞതൊക്കെ തെറ്റ്. ഇത് സ്റ്റാർട്ട് ആകുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? തള്ളണം. രവി രവി എന്ത് ചെയ്യാനാ? കാക്കടി ഒരു ഓട്ട കാറും വെച്ചുകൊണ്ട് കൂലി കൂലി ഒരുത്തനെയും കാണുന്നില്ല ഇവിടെ. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, മെയിൻ റോഡാണ്. അമ്മേ, ഗുണ്ടസാർ വരുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. എന്താ വണ്ടി തകരാറിലായോ? എന്താ സ്റ്റാർട്ടാകുന്നില്ലേ? തള്ളി നോക്കണം, അല്ലാതെ മാർഗമൊന്നുമില്ല. രണ്ട് കൂലിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ. രണ്ടു കൂലിക്കാരുടെ ജോലി ഞാൻ ചെയ്യാം. പോരെങ്കിൽ രണ്ടുപേർ കാറിലുണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. ആ, ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. എന്താ, പേഴ്സ് മറന്നുപോയോ? ഏത് പേഴ്സ്? അങ്കിളല്ലേ പറഞ്ഞ ശരീരം മുഴുവൻ വേദനിക്കുന്നെന്ന്? വന്നിരിക്കുന്നു. പെരുമഴയത്ത് നനഞ്ഞോണ്ട് ആരെങ്കിലും പറഞ്ഞ അങ്കിളിനോട് മഴയത്ത് ഇറങ്ങി തള്ളാൻ? അനാവശ്യമായി പോകുന്നുണ്ടോ? ഇവിടെ അങ്കിളിന്റെ മൂക്കിലൂടെ നിർച്ചാല് അവിടെ രാജുവേട്ടന് കണ്ണിലൂടെ മടപടാന്ന് വെള്ളം. പറഞ്ഞാ മതിയല്ലോ. സൈക്കിൾ റിക്ഷ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്കിൾ അനുഭവിച്ച സ്ട്രെയിൻ ഓർക്കുമ്പോ ഇനി ഒരു 2 ആഴ്ചയുടെ റെസ്റ്റ് എടുത്താലും ഒരു നഷ്ടവും ഇല്ല. നീ എന്നെ കളിയാക്കാണല്ലേ? എനിക്ക് മനസ്സിലായി. ആർക്കെങ്കിലും ആലോചിക്കാതെ പറയാതെ ബിസിനസ് എഴുത്തിയാണോ? സുമാരൻ സാർ വന്നെന്ന് പറയാൻ പറഞ്ഞു അദ്ദേഹം. സുമാരൻ സാറോ? മനസ്സിലായില്ല. ഈ തുമ്മലിനും ചീറ്റലിനും ഒക്കെ കാരണക്കാരൻ അയാളാണ്. ഓ, അയാള്. എന്റെ അനേകം വിദ്യാർത്ഥികളെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല മിസ്റ്റർ സുകുമാരൻ. നിങ്ങളുടെ വളർച്ച ഞാൻ വളരെ സന്തോഷത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മിസ്റ്റർ സുകുമാരൻ അത് അറിഞ്ഞിരിക്കില്ല. അറിയാം സാർ, അങ്ങയുടെ വലിയ മനസ്സിൽ എന്നും ഞാനുണ്ടായിരുന്നു. എനിക്കതറിയാം. റിസർച്ച് സ്കോളർഷിപ്പിന് വേണ്ടിയും ലെക്ചർ പോസ്റ്റിന് വേണ്ടിയും അങ്ങ് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്തു. ഞാൻ അയച്ച ആപ്ലിക്കേഷനിൽ അങ്ങ് ഇട്ടുന്ന നോട്ട് ഞാൻ വായിച്ചു. കണ്ട് നന്ദി പറയണമെന്ന് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കായിരുന്നു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സുകുമാരൻ അർഹിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സാർ. മോളെ, സുകുമാരനെ നീ അറിയില്ലല്ലോ. ഹി ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റുഡന്റ്. നമസ്കാരം. നമസ്തേ. ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കായി ഡിഗ്രി എടുത്തപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു IAS-ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ മിസ്റ്റർ സുകുമാരൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? വേണ്ട സർ, എനിക്ക് അങ്ങയെപ്പോലെ ഒരു പ്രൊഫസർ ആവണം. പരിതസ്ഥിതികളിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന യുവമനസ്സുകളെ നേർവഴിക്ക് തിരിക്കാൻ എന്നാലാവുന്നത് ചെയ്യാൻ എനിക്കൊരു സന്ദർഭം കിട്ടണം. അതാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന്. ആ ആദർശശുദ്ധിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇന്നലെ മഴ നനഞ്ഞവർക്ക് പനിയൊന്നും പിടിച്ചില്ലല്ലോ. കൂടുതൽ നനഞ്ഞത് അങ്ങല്ലേ? അതെ അതെ, സുകുമാരൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അർച്ചനയും കൂട്ടി അങ്ങോട്ട് വരുമായിരുന്നു, വല്ല അസുഖവും പിടിപെട്ടോന്നറിയാൻ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അങ്ങേ വീട്ടിൽ സ്വീകരിക്കാൻ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. ചായ കൊണ്ടുവരാം. ഇപ്പൊ വേണ്ട. വീട്ടിൽ വരുന്നവർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കപ്പ് ചായ എങ്കിലും കുടിച്ചില്ലെങ്കിൽ അതൊരു സ്നേഹക്കുറവായിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ കരുതുന്നത്. അങ്ങക്ക് അഭിപ്രായമില്ലല്ലോ? ഇല്ല. എന്നാൽ സാരമില്ല, ഞാൻ വരട്ടെ.
ശരി. അർച്ചനെ, ഡ്രൈവറോട് സുകുമാരനെ ഡ്രോപ്പ് ചെയ്യാൻ പറയൂ. വേണ്ട സർ, എനിക്ക് നടന്നും ബസ് യാത്ര ചെയ്തുമാണ് ശീലം. അതാണ് ഇഷ്ടവും. എന്നാൽ അങ്ങനെ ആവട്ടെ. അർച്ചന മോളെ, നീ സുകുമാരനെ യാത്രയാക്കിട്ട് വാ. ശരി. പറ്റും സർ.